കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തെ അട്ടിമറിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യമായും ആ അട്ടിമറി നീക്കം നടത്തിയതിന് പ്രതി ചേർക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ് അരുൺ കെ വിജയൻ എന്ന് വെളിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നവീൻ ബാബുവിൻ്റെ സഹോദരൻ കൊടുത്ത മൊഴി പ്രകാരം അരുൺ കെ വിജയൻ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അതിനോടൊപ്പം തന്നെ പി ദിവ്യയുടെ ജാമ്യത്തിന്മേലുള്ള അപ്പീൽ അത് കോടതി അനുവദിച്ചാൽ വൈകാതെ പി ദിവ്യയുടെ ജാമ്യം തടയപ്പെടുകയും അവർ വീണ്ടും കസ്റ്റഡിയിലാവുകയും ചെയ്യും. നിർണായകമായ ചോദ്യം ചെയ്യൽ ഒന്നും തന്നെ നടത്താതെ പി ദിവ്യയെ എങ്ങനെയാണ് രക്ഷിക്കാൻ നോക്കുക എന്നുള്ളതാണ് സർക്കാരും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വിശ്വനും തലമുകഞ്ഞ് ആലോചിക്കുന്നത്. അഡ്വക്കേറ്റ് വിശ്വനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം, മെരിറ്റ് ഇല്ലാത്ത കേസാണിത്. യാതൊരു രീതിയിലുള്ള മെറ്റീരിയലിസ്റ്റിക് ഫാക്ട്സും പി ദിവ്യയ്ക്ക് അനുകൂലമല്ലായിരുന്നിട്ട് കൂടി അവർക്ക് ജാമ്യം ലഭിച്ചത് ഭരണസ്വാധീനം ഒന്നുകൊണ്ട് തന്നെയാണ്. അത് ജുഡീഷ്യറിയിലേക്ക് സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന വലിയ തോതിലുള്ള ചോദ്യം ആരായപ്പെടുകയാണ്. രണ്ട് ഫാക്ടേഴ്സാണ് ഇവിടെ അട്ടിമറി ശ്രമത്തിന് പ്രധാന കാരണമായി പറയുന്നത്. ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആ മൃതശരീരത്തിൽ, അതായത് ആ വ്യക്തിയുടെ മെഡിക്കൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, അതായത് ഇപ്പോഴത്തെ ശരീരത്തിലെ നിരവധിയായിട്ടുള്ള കെമിക്കലുകളുടെ അളവിനെ സംബന്ധിക്കുന്ന വിശദമായ രേഖ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ എൻവയോൺമെൻ്റൽ മെൻറ്റാലിറ്റി, മസ്കുലർ ബിൽഡ്, ഇത് നാലും പരിശോധിക്കുക എന്നുള്ളത് അടിയന്തരമായി ഉള്ളതാണ്. സെല്ലുലാർ ലിഫ്റ്റിംഗ് പോലുള്ള പ്രാഥമിക നിരീക്ഷണം പോലും നടത്താതെ എന്ത് പോസ്റ്റ്മോർട്ടമാണ് ഇവർ ചെയ്തത് എന്നുള്ളത് ചോദ്യമായി മാറുകയാണ്. വാസ്തവത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനകത്തുള്ള യഥാർത്ഥ കള്ളക്കളി പുറത്തു വരികയുള്ളൂ. അതല്ലെങ്കിൽ മഞ്ജുഷയ്ക്കും കുടുംബത്തിനും ഒരു കാലത്ത് നീതി ലഭിക്കാൻ പോകുന്നില്ല. അവരുടെ മക്കളുടെ ഘാതകനെ കണ്ടുപിടിക്കാനും കഴിയില്ല. ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നതോടുകൂടി കൃത്യമായും മഞ്ജുഷയുടെ 2 പെൺമക്കളും നീതി നിഷേധിക്കപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ്. ഒരു കുടുംബത്തെ തെരുവിൽ വലിച്ചെറിഞ്ഞ, അതിനെല്ലാ രീതിയിലും ചുക്കാൻ പിടിച്ച ആ സ്ത്രീ സുഖലോലിതയായി എല്ലാ രീതിയിലും ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു. യാതൊരുവിധ അല്ലലുമില്ലാതെ കുറ്റബോധവുമില്ലാതെ. അവർ എന്നിട്ട് ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഏതൊരു മനുഷ്യനും കൃത്യമായി അറപ്പുളവാകുന്ന വാക്കുകൾ. അതായത് എനിക്കും പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട്, എൻ്റെ മക്കളെ എനിക്ക് നോക്കണം. നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആ കുടുംബത്തെ വഴിയാധാരമാക്കിയവരാണ് ഈ പറയുന്ന വാക്കുകൾ കോടതിയിൽ ഉരുവിട്ടിരിക്കുന്നത്. ഇത് കേട്ട കോടതി ഇവർക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ കോടതിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന ചോദ്യം കൂടി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുകയാണ്.